അമൃതം പൊടി കൊണ്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കിയാൽ അപ്പോൾ അരിപ്പയിലേക്ക് ഞാൻ അമൃതം പൊടി ഇട്ടു, നല്ലതുപോലെ അരിച്ചെടുത്തു, വെള്ളം ഒഴിച്ചു മിക്സ് ചെയ്തു, ദോശമാവിൻ്റെ പരുവത്തിലാക്കി ഇതാ ഇങ്ങനെ എടുത്തു കണ്ടോ. എന്നിട്ട് ഞാൻ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ തേങ്ങയും കൂടെ ചേർത്തു, തേങ്ങാപ്പാലും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തു. വെള്ളം തിളപ്പിച്ചു, ശർക്കര ഇട്ടതിന് ശേഷം നല്ലതുപോലെ കുറുകി പാനിയാക്കി വരും. പാനിയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരിപ്പയിലോട്ട് വെച്ച് അതും നല്ലതുപോലെ അരിച്ചെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അടി പിടിക്കാണ്ട് അല്ലാകുമ്പോൾ ഇളക്കി ഉപ്പാട് പോകും. എൻ്റെ കൈയെല്ലാം ഒടിഞ്ഞായിരുന്നു. എന്നിട്ടും നല്ല അടുക്കി പിടിക്കാണ്ട് നമ്മൾ നല്ലപോലെ ഇളക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഇതാ കുറുകി വരുമ്പം ഞാനതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കപ്പലണ്ടി, ഏലക്ക എല്ലാം കൂടെ ചേർത്തു. നല്ലതുപോലെ അതിൻ്റെ മേലേക്ക് ഇട്ടു. ഒന്നും കൂടി കുറുകി വരും തോറും നമ്മൾ നല്ലപോലെ കുറുക്കും തോറും കണ്ടോ നിറം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുറുകുന്നതിലാണ് ഇരിക്കേണ്ട, അടുക്കി പിടിക്കാണ്ടും നല്ലപോലെ ഇളക്കണം. ഇത് ചേച്ചിയുടെ കുഞ്ഞുമാവയ്ക്ക് കിട്ടിയ അമൃതം പൊടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിയപ്പം ഹൽവ ഉണ്ടാക്കിയല്ലോ എന്ന് തോന്നി. പക്ഷെ നല്ല വെട്ടിത്തിളച്ചു കണ്ടോ, അതുകൊണ്ടേ കുമ്പള നല്ലതുപോലെ വെട്ടിത്തിളച്ചു. എന്നിട്ട് ഞാൻ അതിലേക്ക് ചെറിയൊരു പൗച്ചിൻ്റെ 10 രൂപയുടെ പാക്കുണ്ട് നെയ്യ് മേടിച്ചിട്ട് അതിലൊഴിച്ചു. ഇതിൽ ആവശ്യത്തിന് തേങ്ങാപ്പാലും എല്ലാം ഒഴിച്ചതിനെ കൊണ്ട് നല്ല മണവും അത് കാണുമ്പം തന്നെ നമുക്കറിയുന്നുണ്ടോ നല്ല ടേസ്റ്റായിട്ടാണിത്. ശകലം അപ്പം തന്നെ തൊട്ട് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വെച്ചു ഫ്രീസറിൽ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് മുറിച്ചപ്പം ദാണ്ടെ അടിപൊളിയായി.